മാതാവിന്റെ കണ്ണുനീർ അവന്റെ ഹൃദയത്തിലുണ്ട്. നിസ്സഹായനായിട്ടുള്ള ഒരു അച്ഛന്റെ ചിത്രം, ഒരു അപ്പന്റെ ചിത്രം അവന്റെ മുമ്പിലുണ്ട്. ക്രൂശിന്റെ ചുവട്ടിൽ സ്വയം ശൂന്യമാക്കപ്പെടുമ്പോൾ ഒരു കുടുംബത്തിന്റെ തകർച്ചയെ നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ നമ്മുടെ വേദനകളൊക്കെ അവന്റെ ഹൃദയത്തിലുണ്ട് എന്നുള്ളൊരു ബോധ്യം നമുക്കുണ്ടാവുന്നു. നമ്മുടെ ആരാധനയിൽ പ്രത്യേകിച്ച് ഈ സമയത്ത് ക്രൂശിന്റെ ചുവട്ടിലേക്ക് നമുക്ക് നമ്മുടെ കണ്ണുനീരുകൾ സമർപ്പിക്കുവാൻ സാധിക്കണം. നമ്മുടെ തകർന്ന ഹൃദയങ്ങളെ ഈ ക്രൂശിന്റെ ചുവട്ടിലേക്ക് സമർപ്പിക്കുവാനുള്ള സമയമാണ്. നമ്മുടെ ഉത്തരം കിട്ടാത്ത അനേകം ചോദ്യങ്ങളുണ്ടല്ലോ. അനേകം വർഷങ്ങളായിട്ട്, അനേകം ദിവസങ്ങളായിട്ട് നമ്മൾ ചോദിക്കുന്ന ഉത്തരം കിട്ടാത്ത ഒരുപാട് ചോദ്യങ്ങളുണ്ട്. ആ ചോദ്യങ്ങളൊക്കെ ഈ ക്രൂശിന്റെ അടുത്തേക്ക് നമുക്ക് സമർപ്പിക്കാനുള്ള സമയമാണ്. കർത്താവേ, ഇതാണ് എൻ്റെ ജീവിതം. കർത്താവേ, ഈ വേദനകളുണ്ട്, പ്രയാസങ്ങളുണ്ട്, നൊമ്പരങ്ങളുണ്ട്. എൻ്റെ വേദനകളിലേക്ക് നീ ഒന്ന് പങ്കാളിയാണ്. എൻ്റെ വേദനകളിലേക്ക്, എൻ്റെ പ്രയാസങ്ങളിലേക്ക് നീ ഒന്ന് പങ്കുചേരണം. ക്രൂശിന്റെ സമീപത്തേക്ക് നമ്മുടെ വേദനകളെ, നമ്മുടെ ഭാരങ്ങളെ, നമ്മുടെ ചോദ്യങ്ങളെല്ലാം, നമ്മുടെ സങ്കടങ്ങളെല്ലാം ആരോടും പറയാതെ നമ്മുടെ ഹൃദയത്തിൽ സൂക്ഷിച്ചിരിക്കുന്ന ചില വിങ്ങലുകളുണ്ട്. അവയൊക്കെ തമ്പുരാന്റെ ക്രൂശിലേക്ക് സമർപ്പിക്കുന്ന സമയമാണ്. കർത്താവേ, ഇതാണ് എൻ്റെ ജീവിതം. എൻ്റെ ജീവിതം നിനക്കറിയാമല്ലോ. ആ ജീവിതങ്ങളെ ഏറ്റവും അനുഗ്രഹപൂർണ്ണമാക്കി തീർക്കുവാൻ തക്കവണ്ണം തമ്പുരാന്റെ ക്രൂശിന് കഴിയുമെന്ന് നമ്മൾ വിശ്വസിക്കുക. രോഗത്തിലിരിക്കുന്ന, പ്രയാസങ്ങളിലിരിക്കുന്ന പ്രിയപ്പെട്ടവരെ നോക്കുന്നവൻ വഹിക്കുന്നത് ക്രൂശല്ലേ. കടബാധ്യതകൾ കഷ്ടപ്പെടുന്നവർ വഹിക്കുന്നത് ക്രൂശാണ്. തകർന്ന ബന്ധങ്ങളെ ചേർക്കുവാൻ ശ്രമിക്കുന്നവരും അവരും ക്രൂശ് വഹിക്കുന്നവരാണ്. ജീവിതത്തിൽ ഒറ്റപ്പെട്ടു പോകുന്നവരും അവരും നേരിടുന്നത് കുരിശിന്റെ അനുഭവം തന്നെയാണ്. കുരിശ് നമുക്കൊരു മരക്കഷ്ണമില്ല. അത് നമ്മുടെ ജീവിതമാണ്. ആ ജീവിതത്തിന്റെ ബലത്തിലാണ്, ആ ക്രൂശിന്റെ ബലത്തിലല്ലേ പ്രിയമുള്ളവരെ നമ്മൾ ജീവിക്കുന്നത്. തമ്പുരാനുണ്ടെന്നുള്ളൊരു ബലത്തിലല്ലേ നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ട് ക്രൂശിൽ ദൈവം അധികമൊന്നും സംസാരിച്ചിട്ടില്ല. തമ്പുരാൻ ക്രൂശിൽ വെച്ച് അധികമൊന്നും സംസാരിച്ചിട്ടില്ല. പക്ഷെ അവൻ സ്നേഹിച്ചു സ്വയം വെറുമയാൻ പാതാളത്തോടും തന്നെ താഴ്ത്തി നമ്മളെ വീണ്ടെടുക്കുവാൻ അത്യധികം അവൻ സ്നേഹിച്ചു എന്നാണ് പറയുന്നത്. താൻ വെറുമയാക്കി അവസാന ചോര അവന്റെ ശരീരത്തിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകുന്ന അവസ്ഥയിലും പിതാവേ, ഇവർ ചെയ്യുന്നതെന്തെന്നറിയാൽ ഇവരോട് നീ ക്ഷമിക്കണമേ എന്നാണ്. അവസാനം ഏറ്റുപറഞ്ഞ കള്ളന് കൊടുത്തതും ഇന്ന് നീ പറുദീസയിൽ എന്നോടുകൂടെ. നമ്മളവരെ വലിയൊരു പ്രതീക്ഷയുണ്ടല്ലോ, വലിയൊരു ആശ്വാസമുണ്ടല്ലോ, വലിയൊരു പ്രത്യാശയുണ്ടല്ലോ. അതുകൊണ്ട് നമ്മൾ ഒറ്റയ്ക്കല്ല എന്നുള്ളൊരു ബോധ്യം നമുക്കുണ്ടാവണം. വേദനയിൽ, പ്രയാസങ്ങളിൽ, നമ്മുടെ ഭാരങ്ങളിലൊക്കെ നമ്മൾ സ്നേഹിക്കുന്ന ഒരു തമ്പുരാൻ നമ്മുടെ കൂടെ ഉണ്ടെന്നുള്ള ഒരു ബോധ്യമുണ്ടാകണം. തകർന്ന ഹൃദയങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മെ ചേർത്ത് പിടിക്കുന്ന ഒരു തമ്പുരാൻ നമ്മുടെ കൂടെ ഉണ്ടെന്നുള്ള ഒരു ബോധ്യമുണ്ടാകണം. നഷ്ടത്തിലും കഷ്ടത്തിലും വിട്ടുമാറാത്ത ദൈവമാണ് നമ്മുടെ തമ്പുരാനുള്ള ബോധ്യം നമുക്കുണ്ടാവണം. ആ ബോധ്യത്തിലാണ് നമ്മൾ ജീവിക്കേണ്ടത്. അതിലൊരു പ്രതീക്ഷയുണ്ട്. ഇന്ന് ദുഃഖവെള്ളിയാഴ്ചയാണെങ്കിൽ 3 ദിവസം കഴിഞ്ഞാൽ ഒരു ഉത്ഥാനമുണ്ട്. അതുകൊണ്ട് ആരും ഭാരപ്പെടേണ്ട കാര്യമില്ല. നമ്മുടെ വേദനകൾക്ക് നമ്മൾ വേദന അനുഭവിക്കുന്നുവെങ്കിൽ നാളെ ഒരു സന്തോഷത്തിന്റെ ദിവസം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവും. അതാണ് തമ്പുരാൻ നമുക്ക് തരുന്ന പ്രതീക്ഷ എന്ന് പറയുന്നത്. പ്രിയമുള്ളവരെ, നമുക്ക് വേണ്ടി ജീവൻ ചൊരിഞ്ഞ തമ്പുരാൻ നമുക്ക് ഹൃദയത്തോട് ചേർത്ത് പിടിച്ച് നമുക്ക് നല്ല ഒരു യാത്രയെ നൽകാൻ ദൈവം തമ്പുരാൻ സമൃദ്ധി എല്ലാവരെയും സമൃദ്ധിയായിട്ട്